ഒരു ഭീമൻ യെല്ലോ ഫിൻ ട്യൂണയുണ്ട നമ്മുടെ ബോട്ടിൽ കിട്ടിയത്. അതിന്റെ തലയിൽ വേറൊരു മീൻ വന്ന് കടിച്ചതിന്റെ പേരിൽ തല നമ്മൾ എടുത്തില്ല, നേരെ കടലിലേക്ക് എടുത്ത് കളഞ്ഞിട്ട് മറ്റുള്ള മീൻ കടിച്ചത് നമുക്ക് കഴിക്കാൻ പറ്റുമെന്ന് പലരും ചിന്തിക്കും. യാതൊരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് കഴിക്കട്ടെ. ഇപ്പൊ ആ ബൈറ്റ് ഏരിയയിൽ കളർ ചേഞ്ച് അതോ കുറച്ച് പഴകിയതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കരുതട്ടെ, ഇൻഫെക്റ്റഡ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇത് നമുക്ക് ഇതേ കടലിൽ നിന്ന് ഇപ്പൊ ഫ്രഷ് ആയിട്ട് കിട്ടിയുള്ളൂ. വന്ന വഴി ഏതോ ഒരുത്തം പിടിച്ച് കടിച്ചാണ് അതിന്റെ തലയിലിട്ട. ഇത്ര നാളും ചൂര കൂട്ടി കഴിച്ചിരുന്ന ഞങ്ങൾക്ക് ഒരു ആശ്വാസമാണ് കേരനെ കിട്ടിക്കഴിഞ്ഞപ്പോ. കാരണം ചൂരനയിലും കൂടുതൽ ടേസ്റ്റ് കേരൊക്കെ ഉണ്ട്, വിലയും അതെ. അപ്പൊ ചൂരയും കേരയും ഒന്നല്ലേ ചേട്ടാ എന്നുള്ള ചോദ്യം ഇവിടെ നിരോധിച്ചിരിക്കുന്നുണ്ട്. ചൂരയും കേരയും ഒന്നല്ല, രണ്ടും രണ്ട് ടൈപ്പുള്ള മീനാണ്. മീനെ കട്ട് ചെയ്ത് നല്ല അടിപൊളി പീസുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കേണ്ട. ഇതേ ഈ ഒരു പീസിന്റെ വലിപ്പം നോക്കി എന്തോരുണ്ടെന്നുള്ളത്. ആ ഡാർക്ക് റെഡി കാണേണ്ട ഇത് നിങ്ങളുടെ ബ്ലഡ് ലൈൻ മീറ്റ് അല്ലെങ്കിൽ റെഡ് മസിൽ എന്ന് പറയും. ട്യൂണ ഫിഷ് കഴിച്ചവരെല്ലാവരും ആ ഒരു മീറ്റ് കഴിച്ചിട്ടുണ്ടാവട്ടെ. ചിലവർക്ക് ഇത് ഇഷ്ടമാണ്, ചിലവർക്ക് ഇഷ്ടമല്ല. ട്യൂണ എപ്പ നമുക്ക് ഇറക്കിയെടുത്ത് കഴിഞ്ഞാലും കട്ട് ചെയ്യാൻ നേരത്തെ ഈ ബ്ലഡ് മീറ്റ് വന്ന ഭാഗം ഇവരെടുക്കാറുണ്ട്. അതെ, പയ്യെ പയ്യെ മീറ്റ് മാത്രം ഇങ്ങനെ അടർത്തിയെടുക്കേണ്ട. പച്ച മീനാൻ്റെ ആ ഒരു ഫ്രഷ്നെസ് ഉണ്ട്. നേരെ ആ മുള്ളെടുത്ത് കളഞ്ഞിട്ട് അതിനകത്ത് ഇഷ്ടം പോലെ മാംസം ഉണ്ടായിരുന്നു, അതുപോലെ ഒരു അടിപൊളി കറിയും വെക്കായിരുന്നു. ഇത്രയും വലിയ മീനെ കിട്ടിയിട്ട് തല പോയി കഴിഞ്ഞാലും അതിന് വില കിട്ടില്ല എന്ന് പലരും ചിന്തിക്കോട്ടെ. തല പോയി കഴിഞ്ഞാൽ ഇതിന് കിട്ടുന്ന വിലയൊക്കെ കണക്കായിരിക്കുള്ളൂ. അതിലും നല്ലത് നമ്മുടെ വയറ്റിലേക്ക് ആക്കി കഴിഞ്ഞാൽ ശരീരത്തിലെങ്കിലും കാണട്ടെ. നമുക്ക് കിട്ടിയ ട്യൂണിനെ അതെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കി വെച്ചിട്ടുണ്ട്. കറക്റ്റ് ഇറച്ചി കഷ്ണം പോലെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇത് വെച്ച് ട്യൂണ ചുക്കയും ട്യൂണ ഫ്രൈയും ട്യൂണ കുളമ്പൊക്കെ ആയിരിക്കുള്ളൂ വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ബോട്ടിലിട്ടാൽ. അച്ചാറിടാൻ നേരത്തും കേരച്ചാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്ട്. നോക്കി ഇരിക്കുന്ന ഇരിപ്പുണ്ട്, അടിപൊളി.